ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ഗൗതം ഹോട്ടലിൽ നിന്ന് വാങ്ങിയ ഫുഡ് എല്ലാം കുഴിച്ചു മൂടുകയാണ്. കൽപ്പന ഗൗതമിനെ വിളിച്ചിട്ട് കാര്യം എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. ഗൗതം അപ്പോൾ പറയുന്നുണ്ട് എല്ലാ ഫുഡും കുഴിച്ചു മൂടിയെന്ന്. കൽപ്പനയ്ക്ക് അത് കേൾക്കുമ്പോൾ സന്തോഷമാകുന്നുണ്ട്. ശേഷം കൽപ്പനയാണെങ്കിൽ എല്ലാരോടും ആഹാരം കഴിക്കാമെന്നൊക്കെ പറയുന്നു. സമയമായില്ലെന്നൊക്കെ ചോദിക്കാണ്. ഗൗതമൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഗൗതമൻ ചോദിക്കുന്നുണ്ട് ആരും ആഹാരം കഴിച്ചില്ല എന്നൊക്കെ. കൽപ്പന അപ്പോൾ പറയുന്നുണ്ട് സമയമാകുന്നേ ഉള്ളെന്നൊക്കെ. കൽപ്പനയും ചെറിയമ്മയും എല്ലാവർക്കും വേണ്ടി ഇലയൊക്കെ ടേബിളിൽ വെക്കുന്നുണ്ട്. മുത്തശ്ശി പ്രിയങ്ക ആഹാരവുമായിട്ട് വരാനെന്ന് പറഞ്ഞ് ഡോറ് തട്ടുന്നുണ്ട്. പ്രിയങ്ക പെട്ടെന്ന് തന്നെ അടുക്കള വാതിൽ തുറക്കുന്നു. ശേഷം ഓരോ കറികളായിട്ട് കൊണ്ടുവരികയാണ്. കൽപ്പനയ്ക്കും ചെറിയമ്മയ്ക്കും ഗൗതമിനും ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പ്രിയങ്ക ഒരുപാട് കറികളൊക്കെ കൊണ്ടുവരുന്നത് കണ്ടിട്ട് മുത്തശ്ശിയും അച്ഛനും ഒക്കെ പറയുന്നുണ്ട് ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ. എല്ലാവരും കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. വരുൺ പക്ഷെ പ്രിയങ്ക സംശയത്തോടെയാണ് നോക്കുന്നത്. പ്രിയങ്ക ശരിക്കും അവിടെ എന്താണ് ചെയ്തതെന്ന് പ്രിയങ്ക സ്വയം ഓർക്കുകയാണ്. ഹോട്ടലിൽ ഓർഡർ ചെയ്ത ഫുഡ് വരാത്തപ്പോൾ പ്രിയങ്ക ഹോട്ടലിലേക്ക് വിളിക്കുന്നുണ്ട്. ആ സമയത്ത് ഹോട്ടലുകാർ പറയുന്നുണ്ട് ഫുഡ് ഡെലിവർ ആയല്ലോ എന്ന്. പ്രിയങ്കയുടെ ഹസ്ബൻഡ് പണം അടച്ചിട്ട് ഫുഡ് വാങ്ങിയെന്ന് പറയുന്നു. പ്രിയങ്ക ഫോൺ വെച്ചതിന് ശേഷം വെളിയിലേക്ക് വരുമ്പോൾ കൽപ്പന ഗൗതമിനെ വിളിക്കുന്നത് കേൾക്കുന്നുണ്ട്. ഗൗതം ഫുഡ് വാങ്ങിയെന്നും എല്ലാം കുഴിച്ചിട്ടെന്നും ഒക്കെ പറയുന്നത് പ്രിയങ്ക കേൾക്കുന്നുണ്ട്. പ്രിയങ്ക ആകെ ടെൻഷൻ ആകുന്നുണ്ട്. പ്രിയങ്ക ഉടനെ തന്നെ വീട്ടിലേക്ക് ഫോൺ ചെയ്യുകയാണ്. പ്രിയങ്കയുടെ അമ്മ യശോദയാണ് ഫോൺ എടുക്കുന്നത്. പ്രിയങ്ക ചേച്ചിയുടെ കയ്യിൽ ഫോൺ കൊടുക്കാനെന്ന് പറയുന്നു. യശോദ ചോദിക്കുന്നുണ്ട് എന്താണ് കാര്യമെന്ന്. പ്രിയങ്ക അപ്പോൾ ഫുഡ് ഉണ്ടാക്കിയ കാര്യമെല്ലാം പറയുകയാണ്. ചേച്ചി പറഞ്ഞു തന്നതാണ്, പക്ഷെ അവസാനം കരഞ്ഞു പോയെന്നൊക്കെ പറയുന്നു. ഹോട്ടലിൽ ഓർഡർ ചെയ്ത ഫുഡും കിട്ടിയില്ല, ഇനി എന്താണ് ചെയ്യുക എന്നൊക്കെ പറയാണ്. യശോദ അപ്പോൾ പറയുന്നുണ്ട് ഇവിടെ നിന്നെ സഹായിക്കാൻ വേണ്ടി രാധിക ഫുഡ് ഉണ്ടാക്കിയതിന് മുത്തശ്ശി എന്തൊക്കെ പറഞ്ഞെന്നറിയാമോ എന്നൊക്കെ പറയുന്നു. പ്രിയങ്ക പറയുന്നുണ്ട് എല്ലാവരും മുന്നിൽ ഞാൻ നാണം കെട്ടുപോകും, എനിക്ക് ജയിച്ചേ പറ്റൂ, എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നുണ്ട്. മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഫുഡ് അവിടെ കൊണ്ടു കൊടുക്കാനെന്ന്. യശോദയും തിരുമേനിയും പറയുന്നുണ്ട് അത് മോൾ ഉണ്ടാക്കിയ ഫുഡല്ലേ, അത് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ലെന്നൊക്കെ. മോളെ ഒരുപാട് കുറ്റപ്പെടുത്തിയതല്ലേ എന്നൊക്കെ യശോദ പറയുന്നുണ്ട്. തിരുമേനി പറയുന്നുണ്ട് എന്തായാലും അവൾ ആദ്യമായിട്ട് ഫുഡ് ഉണ്ടാക്കിയതല്ലേ, എല്ലാരെയും മുന്നിൽ നാണക്കെടണ്ട, അതുകൊണ്ട് ഫുഡ് കൊണ്ട് കൊടുക്കാനെന്ന് പറയുന്നു. മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് ഫുഡുമായിട്ട് രാധിക പോകണ്ടെന്ന്. ആ സമയത്ത് തിരുമേനി ചോദിക്കുന്നു അങ്ങനെയെങ്കിൽ അമ്മ പോയിട്ട് വരാനെന്ന്. മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് ഞാൻ എങ്ങനെ പോകാനാണ്, നീ തന്നെ പോകെന്ന് പറയുന്നു. തിരുമേനി അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് പോകാൻ പറ്റത്തില്ലെന്ന്. ഈ ഫുഡ് ഉണ്ടാക്കിയത് രാധിക മോള് തന്നെയാണ്, അപ്പോൾ രാധിക മോള് തന്നെ പോയാൽ മതി എന്ന് പറയുന്നു. യശോദയും പറയുന്നുണ്ട് രാധിക തന്നെ ഫുഡ് കൊണ്ട് പോയാൽ മതിയെന്ന്. രാധിക ഫുഡുമായിട്ട് കണിമംഗലത്തേക്ക് പോകുന്നുണ്ട്. പ്രിയങ്ക വെളിയിൽ കാത്തു നിൽക്കുകയായിരുന്നു. രാധിക ഫുഡ് എല്ലാം കൊണ്ട് കൊടുക്കുന്നുണ്ട്. രാധിക പറയുന്നുണ്ട് അലുവ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതുണ്ടെന്നൊക്കെ. പ്രിയങ്ക അപ്പോൾ പറയുന്നുണ്ട് ചേച്ചി ഇവിടെ തന്നെ മറഞ്ഞു നിൽക്കണം, ഈ കൊണ്ടുവന്ന പാത്രമൊക്കെ തിരിച്ചു തരണം, അതുകൊണ്ടാണെന്നൊക്കെ. അല്ലെങ്കിൽ പുതിയ പാത്രങ്ങളൊക്കെ കണ്ടാൽ ഇവിടെയുള്ളവർക്കൊക്കെ സംശയമാകുമെന്നൊക്കെ പറയുന്നു. രാധിക വെളിയിൽ തന്നെ മറഞ്ഞു നിൽക്കുന്നു. പ്രിയങ്ക ഫുഡുമായിട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. ഫുഡ് കഴിച്ചിട്ട് എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറയുന്നുണ്ട്. പ്രിയങ്ക ആ സമയത്ത് പറയുന്നുണ്ട് ഇനിയും ഒരു സ്പെഷ്യൽ അലുവ കൂടി ഉണ്ടെന്ന്. അലുവ കഴിച്ചിട്ടും എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറയുന്നുണ്ട്. രാധിക അപ്പോൾ വരുൺ കഴിക്കുന്നതൊക്കെ മറഞ്ഞു നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. രാധിക പാകം ചെയ്തതൊക്കെ വരുൺ കഴിക്കുന്നത് കാണുമ്പോൾ രാധികയ്ക്കും സന്തോഷമാകുന്നുണ്ട്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്